സ്ത്രീ പ്രവേശന വിഷയത്തിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിചാരിച്ചു സ്ത്രീകളെ ചാക്കി കെട്ടി അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല, അതോടെ എല്ലാം തീരും, ഇതെല്ലാം അങ്ങ് ഇതായിക്കോളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ 2 സ്ത്രീകളെ ചാക്കി കെട്ടി മുകളിൽ കൊണ്ടുപോയി. രാഖി രാമായണം അവിടെ കൊണ്ടുവന്ന് രാത്രിയുടെ മറവിൽ അകത്ത് കയറ്റി അയ്യപ്പന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് കേരള ജനത, കേരളത്തിലെ ഹിന്ദു സമാജം അവരുടെ മനസ്സ് ഏറ്റവും കൂടുതൽ വേദനിച്ചു. ആബാലവൃദ്ധം ജനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അവിടെ വർണ്ണവ്യത്യാസമില്ല, അവിടെ ജാതി വ്യത്യാസമില്ല, രാഷ്ട്രീയ ചിന്തയില്ലാതെ അയ്യപ്പസ്വാമിയുടെ അയ്യപ്പ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങി. അന്ന് ഇടത് വലത് സർക്കാരുകൾക്ക് മനസ്സിലായി ഹിന്ദുക്കൾ ഒന്നാവണമെങ്കിൽ ആത്മീയതയുടെ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഇനി എങ്ങനെ ആത്മീയതയെ തീർക്കാം, അതിനു വേണ്ടിയുള്ള റിസർച്ച് ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡുകൾ പിടിച്ചടക്കുക, ദേവസ്വം മന്ത്രിസ്ഥാനം പിടിച്ചടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഇതിനു മുമ്പ് കേരളത്തിൽ ഇരുന്ന കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ദേവസ്വം മന്ത്രിയാവില്ല. ഏതെങ്കിലും അവിടെയുള്ള മറ്റ് അണികൾക്കാണ് കൊടുക്കാറുള്ളത്, മറ്റ് പാർട്ടികൾക്കാണ് കൊടുക്കാറുള്ളത്. പണ്ട് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എടുത്തു നോക്കൂ, ചരിത്രം എടുത്തു നോക്കൂ. ഇതിന് ശേഷം ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായി മാറി. ഈശ്വര വിശ്വാസമില്ലാത്തവൻ എന്തിനാ മന്ത്രിയാവുന്നത്? എന്തിനാ ദേവസ്വം മന്ത്രിയാവുന്നത്? വേറെ എന്തെല്ലാം വകുപ്പ് ഭരിക്കാം? ഇവിടെ ദേവസ്വം മന്ത്രിയായി. ദേവസ്വം ബോർഡുകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ദേവസ്വം ബോർഡുകൾ പണ്ട് ഭക്തരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ ബോർഡുകൾ കമ്മ്യൂണിസ്റ്റ് കൈയടക്കാൻ തുടങ്ങി. എന്തിന്? ഓരോ ക്ഷേത്രങ്ങളിലും ഉപദേശക സമിതികളിൽ കമ്മ്യൂണിസ്റ്റുകാർ കൈയടക്കാൻ തുടങ്ങി. ഇതിന്റെ എല്ലാ ഉദ്ദേശവും എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുക, ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരെ അതിൽ നിന്ന് അകറ്റുക, അതോടുകൂടി ഈ ഭക്തർക്കുള്ളിൽ അല്ലെങ്കിൽ ഹിന്ദു സമാജത്തിനുള്ളിൽ ഒരു വിഘടനം ഉണ്ടാക്കുക. ഇത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. ഇത് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. നമ്മൾ കണ്ടില്ലേ, മകരവിളക്കിന്റെ അന്ന് ശബരിമലയിൽ ഏറ്റവും പുണ്യമായ സമയം, കാര്യം ഭഗവാൻ ഉണരുന്ന സമയം, ആ സമാധിസ്ഥനായ ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന അയ്യപ്പസ്വാമി ഉണരുന്ന സമയമാണ്, ഉണരുന്ന ദിവസമാണ് മകരം 1. അത് കഴിഞ്ഞ് 5 ദിവസമാണ് അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശബരിമല ശ്രീകോവിലിനുള്ളിൽ നടക്കുന്ന എല്ലാം ധർമ്മശാസ്താവിനുള്ള പൂജകളാണ്. അയ്യപ്പ സ്വാമിക്ക് വേണ്ടി നടക്കുന്ന പൂജകളെല്ലാം അദ്ദേഹത്തിന്റെ ആത്മസമാധി കൊള്ളുന്ന ആ മണിമണ്ഡപത്തിലാണ്. കുരുതി ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും ആ മകരം 1 തൊട്ട് 5 ദിവസങ്ങളിലാണ്. അതാണ് അയ്യപ്പസ്വാമിക്ക് വേണ്ടിയുള്ള പൂജകൾ. ഇവിടെ നടക്കുന്ന എല്ലാം ധർമ്മശാസ്താവിന് വേണ്ടിയുള്ള പൂജകളാണ്. ആ മകരവിളക്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഭഗവാനെ ഒരു നോക്ക് കാണാൻ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ശബരിമലയിലും പമ്പയിലും അതുപോലെ പൊന്നമ്പലമേട്ടിലും അവിടെ എല്ലാം വന്ന് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ദേവസ്വം ഭരിക്കുന്ന കേരളത്തിന്റെ മന്ത്രി ആ ഭഗവാന്റെ പുണ്യ നടയിൽ ഒരു നിപ്പ് നിന്നു. ഫുട്ബോൾ കളി കാണാൻ നിൽക്കുന്ന പോലെയോ കബഡി കളി കാണാൻ നിൽക്കുന്ന പോലെയോ കയ്യും കെട്ടി. ഇതിനകത്ത് ആരാ ഇരിക്കുന്നത് എന്നൊരു ചിന്തയിൽ. ഇനി അഥവാ കൈയെങ്ങാനും എടുത്തുപോയി അറിയാതെ തൊഴുതാലെ വെച്ച് കൈ പുറകിൽ ഒറ്റ ഒരു കെട്ടും കെട്ടി. കൈ എടുത്താ പോയില്ലേ? അതേ സമയത്ത് അദ്ദേഹം കണ്ട് പഠിക്കണമായിരുന്നു തൊട്ടടുത്ത് നിന്ന തമിഴ്നാടിന്റെ ദേവസ്വം മന്ത്രി. അദ്ദേഹം നെറ്റിയിൽ കുറിയണിഞ്ഞ് ഭക്തിയോടുകൂടി ഭഗവാനെ ദർശിച്ച് ഭഗവാനെ കണ്ട് തൊഴുന്നു. അപ്പൊ മനസ്സിലായിക്കോളൂ, ഇതാണ് നമ്മുടെ ആൾക്കാർ, നമുക്ക് അവരുടെ ക്ഷേത്രത്തോടും വിശ്വാസികളോടുമുള്ള ചിന്താഗതി. പിന്നെ എങ്ങനെ ശരിയാവും? അപ്പൊ ഇവരെ പോലുള്ള ആൾക്കാരാണോ ഇന്ന് ക്ഷേത്രം ഭരിക്കേണ്ടത്? ഇവരെ പോലുള്ള ആൾക്കാരാണോ ഭക്തരെ നിയന്ത്രിക്കേണ്ടത്? അപ്പൊ അത് ഇനിയെങ്കിലും നമ്മൾ ഭക്തരാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വിശ്വ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ ഇപ്പൊ കുംഭമേളയിൽ വെച്ച് അങ്ങനെ പ്രഖ്യാപനമുണ്ടായി. ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നുള്ള രീതിയിലുള്ള വലിയ ഒരു ചിന്തയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സുപ്രീം കോടതിയിലും ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെ വേണ്ട രീതിയിൽ ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങൾ പുണ്യക്ഷേത്രങ്ങളാണ്. അത് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണം. ആ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്നതിന്റെ തുടക്കം എന്നതിലേക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്നുള്ളൊരു നിവേദനം അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും വഖഫിന്റെ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും മാറ്റം വരുന്നു. എന്തായാലും ഈ ഒരു ഭരണം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം മനസ്സിലാഗ്രഹിക്കുന്ന നമ്മുടെ ക്ഷേത്രങ്ങൾ നമുക്ക് എന്തിനാണ് ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾ കയറിയിരിക്കേണ്ട ആവശ്യം എന്താ? ഇങ്ങനെ അഹിന്ദുക്കൾക്ക് എന്ന അടിവരയിട്ട് എന്ന് പറയുന്നു. കാരണം ഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദുക്കൾ എന്ന പേരിൽ ഹിന്ദുക്കളുമുണ്ട്, ഹിന്ദു നാമധാരികളുമുണ്ട്. ആ ഹിന്ദു നാമധാരികളെ അഹിന്ദുക്കളായിട്ട് തന്നെ നമ്മൾ കൂട്ടണം. ആ അഹിന്ദുക്കൾ കയറി ഇരിക്കേണ്ട ആവശ്യമില്ല.
ഹിന്ദുക്കളാണ് ക്ഷേത്രം ഭരിക്കേണ്ടത്, ഈശ്വര ഭക്തരാണ് ക്ഷേത്രം ഭരിക്കേണ്ടത്. അതിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അതിന് നമുക്ക് ശ്രമിക്കാം, അതിനുവേണ്ടി കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വാവർ ഉൾപ്പെടെയുള്ള, വാവര് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത വേറെ ആൾ വന്നിട്ടുണ്ട്, വെളുത്തച്ഛൻ. വെളുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അർത്തുങ്കൽ വെളുത്തച്ഛനാണ് അയ്യപ്പന്റെ തോഴനായി കൂടെ ഉണ്ടായിരുന്നത് പോലും. വെളുത്ത എന്ന് പറയുന്ന ഒരു കഥാപാത്രം അന്ന് അയ്യപ്പസ്വാമി അവിടെ കളരി അഭ്യാസത്തിന് വേണ്ടി പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിനെയാണ് വെളുത്തച്ഛനാക്കി മാറ്റിയത്. അപ്പൊ അടുത്ത ഇനിയിപ്പം വാവര് കഴിഞ്ഞാൽ അടുത്ത വാവർക്ക് ഇപ്പുറത്ത്, വാവര് കയറി വരുമ്പോൾ വലത് സൈഡിലാണെങ്കിൽ ഇനി ഇടത് സൈഡിൽ ദേവസ്വം ബോർഡ് വേണമെങ്കിൽ വെളുത്തച്ഛന് സ്ഥാനം കൊടുക്കും. മാത്രമല്ല ഇപ്പോ ഈ മണ്ഡലകാലത്ത് കണ്ടു, പത്തനംതിട്ട ജില്ലയിലാണെന്ന് തോന്നുന്നു, കുറെ അയ്യപ്പന്മാർ വന്നിട്ട് കുരിശടിക്ക് ചുറ്റും പ്രദർശനം വെച്ച് നാളികേരം ഉരുട്ടുന്നു. ആലോചിച്ച് നോക്കി, എന്ത് കഷ്ടമാണിത്. നാളികേരം ഉരുട്ടേണ്ടടുത്ത് നാളികേരം ഉരുട്ടാൻ അനുവാദം കൊടുക്കുന്നില്ല, എവിടെയോ പോയി കിടന്ന് നാളികേരം ഉരുട്ടുന്നു. ഇതുപോലെ തന്നെയാണ് ഈ വാവരുടെ കാര്യത്തിൽ. കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങൾ ശബരിമല നടത്തിയപ്പോഴും ആ ദേവപ്രശ്നങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞു, വാവർ എന്നൊരു കഥാപാത്രത്തിന് അയ്യപ്പസ്വാമിയായിട്ട് ബന്ധമില്ല. പക്ഷെ ദേവസ്വം ബോർഡ് പറഞ്ഞ എന്താ, ആ പ്രശ്നം വെച്ച് അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞത് ഇത് ചാർത്തിൽ എഴുതി കൊടുക്കല്ലേ, പ്രശ്നമുണ്ടാവും. അപ്പോ ആലോചിച്ച് നോക്കൂ, ദേവസ്വം ബോർഡ് ആരെയാണ് ഭയക്കുന്നത്? വലതനം പ്രീണിപ്പിക്കുന്ന ആരെയാണ്? നേരത്തെ മന്ത്രി പറഞ്ഞു ശബരിമല ജാതിമത ചിന്തകളില്ലാത്തൊരു സ്ഥലമാണെന്ന്. ശബരിമല തീർച്ചയായിട്ടും ഹൈന്ദവ ക്ഷേത്രമാണ്, അതിനൊരു തർക്കവും ആർക്കും വേണ്ട.